गणानां त्वा गणपतिं हवामहे कविं कवीनामुपमश्रवस्तमः ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आनशृण्वन्नोतिभिः सीदसादनम् ॐ श्री महागणपतये नमः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः। രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസങ്ങളാണ്. അതിന് നിറയെ വേദസാരമാണുള്ളത്. രാമായണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മഹാഭാരതം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു കഥയല്ല. നമ്മൾ അതിൽ കണ്ടു ലക്ഷ്മണനോടുള്ള ഉപദേശം 2 പ്രാവശ്യം ഉപദേശം വരുന്നുണ്ട്. അയോധ്യാകാന്ഡത്തിലും വരുന്നുണ്ട്, നമ്മളത് വായിച്ചല്ലോ 2 ഉപദേശവും. അതുപോലെ തന്നെ ആരണ്യകാന്ഡത്തിലും വരുന്നുണ്ട്. അതിൽ മുഴുവൻ എന്താണ് നമ്മൾ കണ്ടില്ലേ? മുഴുവനും വേദാന്ത സാരമാണ് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ മുത്തും രത്നങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ലക്ഷ്മണനോട് ആദ്യം തന്നെ പറയുന്നത് ക്രോധം അടക്കാനാണ്. നമുക്ക് വേണ്ട ജീവിത തത്വങ്ങളാണ് അതിൽ മുഴുവൻ ഉപദേശിക്കുന്നത്. പിന്നെ അതിലൊരു പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ അതിലൊരു ചെറിയ പ്രസക്തമായ കാര്യം ഞാൻ പറയാം. അതായത് തവള ദർദുരം എന്നാണ് അതിനകത്ത് പറയുന്നത്. പാമ്പ് തവളയെ പിടിക്കാൻ ചെല്ലാണ്. അപ്പൊ തവളയുടെ എന്താ ജന്മ ആപത്തിലേക്ക് പെടുക. പക്ഷേ തവള അത് അറിയുന്നില്ല. എന്നിട്ടോ തവള എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? തന്റെ മുമ്പിൽ വരുന്ന ഒരു പ്രാണിയെ നാക്ക് നീട്ടിയിട്ട് അതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതുപോലെയാണ് നമ്മളെല്ലാവരും. നമുക്ക് എന്തെല്ലാം വരുന്നോന്ന് അറിയില്ല. അതിനേക്കാളും ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ തവളയുടെ പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെയുള്ള ഒട്ടനവധി ഉപദേശങ്ങളാണ്. അതിലേക്ക് ഞാൻ വിശദമായിട്ട് കടക്കുന്നില്ല. പിന്നെ താരയോടുള്ള ഉപദേശം, അതോ എത്ര മഹത്തരായ ഉപദേശമാണ്. നിന്നുടെ ഭർത്താവ് ജീവനോ ദേഹമോ എന്നൊക്കെ ചോദിക്കുന്ന ഭാഗമുണ്ടല്ലോ, എന്തൊരു തത്വമാണ് അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മള് ദേഹിയും ദേഹവും, ദേഹം എപ്പോഴും നശിക്കുന്നതാണ്, പക്ഷെ ദേഹമോ ഇന്ന് നിലനിൽക്കുന്നത്. നമ്മള് ഭഗവത്ഗീതയിലും 2-ാമത്തെ അധ്യായത്തിൽ അതാ കാണുന്നത്. അതായത് ദേഹത്തിന് ജീർണത സംഭവിക്കും, പക്ഷെ നമ്മുടെ ആത്മാവോ ഒരിക്കലും ജീർണിക്കുന്നില്ല. ഒരിക്കലും. അങ്ങനെ ഓർത്തിട്ട് വേണം നമ്മുടെ ജീവിത രീതി എന്നാണ് ഉപദേശിക്കുന്നത്. നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ സാധിച്ചാൽ നമുക്ക് ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് മുഴുവൻ ഇതിനകത്ത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് നമ്മളിപ്പോ വായിച്ചു. ഏതാണെന്ന് അറിയാമോ? ഞാൻ ശ്ലോക നമ്പർ പറയാം. ലൈൻ 90 അധ്യാത്മപ്രതീകം അത്യന്തം രഹസ്യം ഇതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ട്. എത്ര അർത്ഥവത്തായ ശ്ലോകമാണ്. അധ്യാത്മ പ്രതീകമാണ് എന്ന് വെച്ചാൽ അതില് അധ്യാത്മ തത്വമാണ് ഈ രാമായണത്തില് ഉള്ളത്. അത്യന്തം രഹസ്യം എന്ന് വെച്ചാൽ ആരോടും പറയാൻ പാടില്ലാത്തതെന്നല്ല അർത്ഥം. പലതിലും നമുക്ക് കാണാം അത്യന്തം രഹസ്യമാണെന്ന്. രഹസ്യം എന്ന് പറഞ്ഞാൽ അതിനിഗൂഢമായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത്, അതിപ്രധാനമായ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത്, ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെയുള്ള അത്യന്തം രഹസ്യമായതാണിത്. ഇത് അധ്യാത്മരാമായണം. മൃത്യുശാസന പ്രോക്തം. ആരാണ് മൃത്യുശാസനൻ? ശിവനാണ്.
ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണിത്. അറിയാലോ, അങ്ങനെയാണ് ഈ കഥ വരുന്നത് തന്നെ. അങ്ങനെയാണ് നമ്മൾ ശിവനിലൂടെയാണ് നമ്മൾ പാർവതിക്ക് കൊടുക്കുന്ന കഥയിലൂടെയാണ് നമ്മൾ അതിന്റെ കൂടെ ഇങ്ങനെ മുന്നേറുകയാണ്. അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും. അതാണ് രാമായണം വായിച്ചാൽ പഠിച്ചാൽ എന്താണെന്ന് പറയുന്നത്, നമുക്ക് മുക്തി സിദ്ധിക്കും. അസന്നിഗ്ധം ഈ ജന്മം കൊണ്ട്, ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മുക്തി ലഭിക്കും. മുക്തി എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന്, നമുക്ക് മരിച്ചു പോയിട്ട് കിട്ടുന്ന മോക്ഷം. ഇവിടെ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഈ ജന്മത്തിൽ ഇപ്പോ ഇവിടെ വെച്ച് തന്നെ നമുക്ക് രാമായണം വായിച്ചാൽ മുക്തി കിട്ടും. ആ മുക്തി എന്താണ്? നമ്മുടെ ദുഃഖങ്ങളിൽ നിന്ന് ഉള്ള എല്ലാതരം മുക്തിയും നമുക്ക് ലഭിക്കും. മനസ്സിന് സമാധാനം, അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ്. ആ സമാധാനം അത് നമുക്ക് ഈ അധ്യാത്മരാമായണം വായിച്ചാലായിട്ട് തീർച്ചയായിട്ടും കിട്ടും. അതങ്ങനെ വെറുതെ പറയുന്നതല്ല, ഇത് ഞാൻ പറയുന്നതല്ല. ശ്രീരാമചന്ദ്രൻ തന്നെ ശബരിയോട് പറയും. ശബരിയാശ്രമ പ്രവേശം വരുമ്പോ ഞാൻ ആ ഭാഗം ഒന്നുകൂടെ നിങ്ങളോട് സൂചിപ്പിക്കാം. ശബരിയാശ്രമം പറയുന്നത് ഭഗവാന്റെ സ്തുതികൾ ചൊല്ലുക. അതാ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ സ്തുതികള്, അവിടെയാണ് നമുക്ക് മുക്തിക്കുള്ള. നമുക്ക് എത്ര ദുഃഖം വന്നാലും നമ്മൾ എന്താ പറയാ? നാമം ജപിക്കുന്നു പറയില്ലേ? അത് തന്നെ. ഇതിൽ എത്ര സ്തുതികളാ നോക്കൂ ഈ രാമായണത്തില്. അഹല്യാസ്തുതി, അഗസ്ത്യസ്തുതി, ജഡായുസ്തുതി, കബന്ധസ്തുതി, ശബരിസ്തുതി, സുഗ്രീവസ്തുതി, സ്വയംപ്രഭാസ്തുതി, നാരദസ്തുതി, ആദിത്യസ്തുതി, ദേവേന്ദ്രസ്തുതി, കൗസല്യസ്തുതി. അങ്ങനെ പറയൂ, ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഏത് സ്തുതിയാ? ജഡായുസ്തുതി. അങ്ങനെ ഒരുപാട് സ്തുതികളാണ്. ഈ സ്തുതികളൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എന്തിനാ? നമുക്ക് നമ്മുടെ മനസ്സിനും സമാധാനത്തിനും നമുക്കൊക്കെ സന്തോഷം കിട്ടാനും, അതായത് ആ ആധ്യാത്മിക ജീവിതത്തിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയിട്ടാണ്. അവിടെ മാത്രമല്ലേ ശാശ്വതമായിട്ടുള്ള ഒരു, നമുക്ക് മനസ്സിന് ശാശ്വതമായിട്ടൊരു പരിഹാരം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ അത് നിർദ്ദേശിച്ചത്. പിന്നെ പറയുന്നത് ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം വേണം നമുക്ക്. മറ്റു ഭക്തന്മാരെ നമ്മളെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം, അവരോടൊപ്പം ചേരണം. ഞാനാണ്, എനിക്കാണ് ഏറ്റവും വലിയ അറിവ്, ഞാൻ തന്നെയാണ്, അങ്ങനത്തെ ചിന്തയെ പാടില്ല. എല്ലാവരുമായിട്ട് സത്സംഗം വേണം. എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. മാത്രമല്ല മറ്റുള്ള ജനങ്ങളോടുള്ള സഹാനുഭൂതി, പിന്നെ അതുപോലെ സഹവർത്തിത്വം, അതിനെല്ലാം പ്രാധാന്യമുണ്ട്. പിന്നെ 2ാമത്തെ പോയിന്റ്, ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകം. അടുത്തത് വരുന്നത് ഇപ്പൊ നമ്മൾ വായിച്ചു ഉമാമഹേശ്വര സംവാദത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട രാമതത്വമാണ് അതിൽ ഉപദേശിക്കുന്നത്. ആ രാമതത്വം എന്താണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. രാമതത്വം, ശ്രീരാമന്റെ തത്വം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഭഗവത് തത്വം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് 2 ഖണ്ഡങ്ങളായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ആദ്യം സീത ഹനുമാൻ കൊടുക്കുന്ന ഉപദേശം, 2ാമത് ശ്രീരാമൻ ഹനുമാൻ കൊടുക്കുന്ന ഉപദേശം. അതിലൂടെയാണ് നമ്മളെ അത് പഠിപ്പിക്കുന്നത്. എന്താണ് സീതാദേവി ഹനുമാനോട് പറയുന്നത്? സീതാദേവി പറയുന്നു, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, അതായത് ഈ പരബ്രഹ്മം, അതാണ് ഏറ്റവും പ്രധാനം. ഒന്നേയുള്ളൂ പരബ്രഹ്മം. പിന്നെ ഉള്ളത് ഏതാണ്? മൂലപ്രകൃതി. ആരാണ് മൂലപ്രകൃതി? ശ്രീരാമനാണെങ്കിൽ മൂലപ്രകൃതി ആരാണ്? സീതാദേവി. ശിവനാണ് പരബ്രഹ്മമെങ്കിൽ മൂലപ്രകൃതി ആരാണ്? പാർവതി. മഹാവിഷ്ണു ആണെങ്കിലോ മഹാലക്ഷ്മി. എല്ലാം ഒന്ന് തന്നെയാണ്. എങ്കിലും ഒന്ന് പരബ്രഹ്മമാണെങ്കിൽ മറ്റൊന്ന് മൂലപ്രകൃതി. സ്ത്രീ പുരുഷൻ അതില്ലാതെ ഈ പ്രപഞ്ചത്തില് യാതൊന്നും നടക്കില്ല. 2 പേര്. അതാണ് നമ്മുടെ ആ ഹിന്ദു ധർമ്മത്തിന്റെ ഒക്കെ ഉള്ള ആ ഒരു മഹാത്മ്യം. സ്ത്രീയും പുരുഷനും ഒരേപോലെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്കും എല്ലാ കാര്യങ്ങൾക്കും. അതാണ് സീതാദേവിയുടെ ഉപദേശം. ഇനി എന്താണ് ശ്രീരാമൻ ഹനുമാനോട് ഉപദേശിക്കുന്നത്? ഹനുമാനോട് പറയുന്നു, ഞാൻ പരബ്രഹ്മം, ഒന്നേയുള്ളൂ അത്. പക്ഷേ നമ്മളൊരു ജലാശയത്തില്, അനവധി ജലാശയങ്ങളുണ്ട്. അതിലൂടെ നോക്കുമ്പോ എല്ലാം നമ്മൾ എന്താ കാണുന്നത്? ആകാശവും കാണുന്നുണ്ട്, സൂര്യനെയും കാണുന്നുണ്ട്. എന്നാൽ ഇത്രയധികം ആകാശവും ഇത്രയധികം സൂര്യനും ഉണ്ടോ? ഒന്നല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഓരോ കുളത്തിലും നോക്കുമ്പോഴും നമുക്ക് എന്ത് പ്രതിബിംബിച്ച് കാണാം? ആകാശവും കാണാം, സൂര്യനെയും കാണാം. ഇതൊക്കെ ഒന്നേ ഉള്ളൂ. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ. പക്ഷെ പ്രതിബിംബങ്ങളാണ്. അപ്പൊ എന്താ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ പരബ്രഹ്മം, നമ്മളൊക്കെയോ പ്രതിബിംബങ്ങളാണ്. എന്ന് വെച്ചാൽ എന്താണ്?
പരബ്രഹ്മമാണെങ്കിൽ നമ്മുടെ ഉള്ളിലും എന്തുണ്ട്? പരബ്രഹ്മത്തിന്റെ അംശമുണ്ട്. ഭഗവാനും ഭക്തനും ഒന്ന് തന്നെ എന്നുള്ള ആ പരമാത്മ തത്വമാണ് ഉപദേശിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ശബരിമലയിലും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടല്ലോ. തത്വമസി, ആ തത്വത്തിലേക്കാണ്. അതാണ് രാമതത്വം. അതായത് നമ്മളും ഭഗവാനും വേറെ അല്ല തന്നെ, ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മള്. ആ ചിന്തയോട് കൂടി തന്നെ വേണം നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും. അതാണ് ശ്രീരാമന്റെ തത്വം. അതറിയില്ലെങ്കിൽ പിന്നെ നമ്മളിത് വായിച്ചിട്ട് കാര്യമില്ല, രാമായണം പഠിച്ചിട്ട്. അപ്പൊ ഒരു ഏകദേശ ആശയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഓരോരുത്തരായിട്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാനുള്ള അവസരമുണ്ട്. രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതും കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിക്കുപദേശിച്ചു രാമായണം വാണിയും വാൽമീകൻ നാവിന്മേൽ വാണിയിനാൻ. വാണിയിടുക അവണ്ണമെന്നാവിലേവം ചൊൽവാകന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പു. ആകയാൽ ഞാനുണ്ടൊന്നു നിന്നിരുവടി തന്നോടാകാംക്ഷ പരവശേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം. നീ കൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാ പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ. തത്വമാസ്യാദി മഹാവാക്യത്വം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാമാചാര്യ കാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ ഇപ്പതമറിയുമ്പോൾ മൽഭവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വിമുമോഹിച്ചിരുന്നു. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാമ ഹൃദയം രഹസ്യം ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവിടും നരന്മാർ. മറ്റൊരു കഴിവില്ല. സാരസ്വോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് ആരൂഢമോദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു. ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിടിനാൻ. വഴിപോലെ അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചേരുന്നതുപോലെ പത്മസംഭവം ധനിക്കാൻ ബോധവാനായി വന്നു. പത്മലോചനായ പത്മനാഭനെ മുതൽ മുഖന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവത് രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനനപൂർണ്ണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹരം മന്ദിരവക്ഷസ്ഥലം മന്ദ്യമാനന്ദോദയം. വത്സലാഞ്ചന വത്സംവാദ പങ്കജ ഭക്തവത്സലം സമസ്തലോകോത്സവം സൽസേവിതം. മേരുസന്നിഭതിരീട്ടോത്യൽ കുണ്ടലമുക്താഹാരകേയൂരാംഗത കടക കടിസൂത്രവലയാങ്കുലീയ കാവ്യഖില വിഭൂഷണ കലിതകളേവരം കമലാ മനോഹരം കരുണാകരം. കാര്യങ്ങൾ വിചാരിച്ചു പരിപാലിക്കും കാരണമനവത്യം കൊണ്ടു പരിതാപേന വന്ദനം ചെയ്തു
തൃപ്തനത് കേട്ടു പുലിനോടരുൾ ചെയ്തു നിനക്കു 4 പുത്രന്മാരുണ്ടായവരും ഖേദിക്കേണ്ട മനസ്സിനവനെ തന്റെ ഗുരുവായ വസിഷ്ഠനിയോഗത്താൽ മന്നവൻ അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്തതിനായി വിശ്വസ്വകാമേർത്തികരണം ചെയ്യപ്പെട്ടതാകുന്നില്ലാതെ വിശ്വദേവതാഗണം വൃത്തമായ കർക്കടകത്തിനത്യുച്ചസ്ഥനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം അർക്കജന്മൂലത്തിനും കാർക്കവന്മീനത്തിനും വക്രനും ഉച്ചസ്ഥനായി മകരം നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീലിമാനിഷ്ടൻ നിർഗുണൻ നിഗമാർഗവാക്യാർത്ഥവേദിനാഥൻ നിഷ്ക്രിയഹീനാകാരൻ നിർജ്ജനൻ നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയമേവൻ അദ്വൈതനന്തരൻ നാരായണൻ സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ ശത്രുബന്ധത്താടിച്ചിടുന്നതിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാത്മജാവരതനും നാമധേയവും 4 പുത്രന്മാർക്കും വിധിച്ചേകം ഭൂമിവാലരും ഭാര്യമാരുമായി ആനന്ദിച്ച സാമോദം ബാലക്രീഡാതൽപരന്മാരാകാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാർ ഒരുമിച്ചെല്ലാ നാളും ഒരു വീടുമായി സാക്ഷാത്കാരവശാൽ ഹോമന്മാരായ ഒരു സോദരന്മാരുമായ ശ്യാമളതരം കൊണ്ടലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണ്ണമായ വീക്ഷണം കൊണ്ടും സാരസ്യം വ്യക്തവനായ വീക്ഷണം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശ്ചയകാലം കാടിയുണ്ടായോ ഈ കാമരൂപിണിയായ താരകവയലിവാടിയുദ്ദേശമല്ലോ അവളെ പേടിച്ചാലും നേർവഴി നടപ്പില്ല ഭുവനേശ്വര ചെറുജാനുലി കേട്ടു കോപിച്ചു നിശാചരി പെരിലെ വേദത്തോട് മടുത്തു ഭക്ഷിപ്പാനായി ಎಂದದು ಕೇಟು ವಿಶ್ವಾಮಿತ್ರನು ಕುಲದೇನು ಪನ್ನಕಶಾಯಿ ಪರಂತನ್ನೂರು ಪರಮಾರ್ಥಂ ಕೇಟಾಳು ಪುರಾವೃತ್ತವಿಕ್ಕಿರೋ ಕುಮಾರಾದಿ ವಾಟಮಿಲ್ಲದ ತಪಸ್ಸುಳ್ಳ ಗೌತಮನಿ ഗംഗാരോദസീതന്നോ രാസമന്ദിംഗലത്രമംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം കേശന്തിരസുഖയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനിയും
കൊടുത്തും കൗതുകം കൂടും ഭാര്യാഭർത്താക്കന്മാരായവർ ശുശ്രൂഷ ബ്രഹ്മചാര്യാദി ഗുണങ്ങൾ കണ്ടെത്ര പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്നു വർണ്ണിപ്പൂർത്തേ വിഷ്ണു മധ്യനായ അവതരിച്ചൊരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയതേ സർവഭൂതങ്ങളിലും ഭക്തനല്ലോ ഭവൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവൻ അഞ്ജനവ്യയൻ ഭവൻ ആനന്ദിതൻ നിരഞ്ജനൻ പാപസാമസയാമല്ലോ വാച്യവാചകോപയ വേദനാജനന്മയൻ വിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാണം പ്രാപിച്ചിരുന്നത് കേട്ടത് നേരം മനസ്സിനിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹിമതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും മുഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാധാരം കൊണ്ട് നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി വേന്ദ്രരും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു വേന്ദ്രരും കണ്ടപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാമിവരാമെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈകൊണ്ടു കാണാനിപ്പോൾ വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തി വിശ്വാമിത്രൻ എല്ലാം കല്യാണമിരുമൂലം കൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനത് കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിരുന്നവർ ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടങ്ങു വിശ്രുചിരശ്രമം നിന്നരുളുന്ന നേരം ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതി ഉത്സാഹം കൈകൊണ്ട് വിശേഷം ഇരുവെട്ടിയിടും വണ്ണം മുറിഞ്ഞൊച്ച കേട്ടു നടന്നീരാജന്മാരുടെ തങ്ങളെ പോലെ മൈലിമയിൽപേട പോലെ സന്തോഷം പൂണ്ട കൗതുകമുണ്ടായി വന്നു കൗശികനും മൈലീലത്തെ വലിയ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണ്ണവർണ്ണത്തെ പൂണ്ട വൈദ്യുതി മനോഹരി സ്വർണ്ണഭൂഷണങ്ങൾ വണനിച്ച ശോഭയോടെ സ്വർണ്ണമാലയും ധരിച്ചാദരാമന്ദമന്ദ മുൻപിൽ ചക്രവം വിനീതയ വന്നുടൻ നേത്രോൽപരമാലയുമിട്ടാണ് മുന്നേ വിനായകേ വർണ്ണാഭമാലയുമിട്ടിടിനാൾ ജാനകി കാന്തസ്മരണം ജയ രാമ രാമ ജാനകി കാന്തസ്മരണം ജയ ജയ രാമ രാമ ഭൂമി നന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമി മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സംസ്തംഭതോരണങ്ങളും നാട്ടിരത്നമണ്ഡിത ശരിക്കുള്ള വിവാഹമാണ് കേട്ടോ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുള്ള വിവാഹമാണ് കേട്ടോ മുഖ്യവാദ്യഘോഷങ്ങളോട് ഹോമവും കഴിച്ചു കൽപുത്രിയാമരിദേവിയെ രാമനു നൽകിയിടിനാജനക മഹീന്ദ്രനും ോടെ ജനജനം യാതൊരുപാതം ചിരസ്തരിക്കുന്ന നേരം ഏഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസാകാനായി വന്നു ഉലച്ചു ബാണമേഘമെടുത്തു തൊടുക്കാശു വലിച്ചു നിറച്ചുടൻ നിന്നിതൂരിതശ്രമം ചോദിച്ചോരുവല്ല
തന്നോടു രഘുപതി മോഹത്തോടെ വിളിച്ചിടണം ദയാനിധി മാർഗണം പരസ്പരമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി തന്നിട വേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനുമാരോടാനന്ദമതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമൻ ശ്രീരാമ രാമ രമണരഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമാദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതിലയേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന വിശേഷ ശ്രീരാമ രാമ രാമ ആത്മജാ ഹരേ എന്തിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും അംഗമെല്ലാവരും പലജാതിയും സങ്കടമേതും വരികയില്ലല്ലോ കഥകൾ കേട്ടിട്ട് ഞാൻ ഭാഗ്യനായ രാഘവൻ ഭാർഗവൻ തന്നോട് തർക്കം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടായോ രാധാക്കളോടും പടയോട് വന്നിച്ചു മേദിനി പുത്രിയാ ഭാവിനി തന്നോടും വന്നെതിരേറ്റൊരു പൗര് ജനത്തോടും ചെന്നു മഹാരാജധാനിയെ കമ്പുക്കും വന്യന് സൗഖ്യം ജഗത്തിന് രാഘവൻ തന്നോട് നാനാ ഗുണങ്ങളും കാണെ വൃദ്ധൻ പരമേശ്വരൻ ജഗദീശ്വരൻ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഞാൻ പഠിക്കണ്ട ഇല്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളുത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാ വൈഭവം വിചാരിച്ചാൽ കേട്ടവളും പറഞ്ഞിടിനാൽ ഇന്നു വന്നു മഹാകാക്ഷിതമൊക്കവേ എത്ര പുത്രാഭി വസിക്കണം തൊൽപാദഭക്തിക്കിടക്കമുണ്ടാകാതിരിക്കണം തൊൽപാദഭക്തവൃത്തേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകുകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകത സംഭവിച്ചിടായ മാനസേ രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം സീതാ സുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ജാപബാണാസനതരം ചാരുമകുടകടലഹരി സുഖാരമണിമയകുണ്ടല നൂരഹേമാതരാദി വിഭൂഷണ ശോഭിതരൂപം വസിക്കമേ മാനസേ മറ്റേ വേണ്ടാവരം വിഭൂക്കായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്കാനിനക്കു മഹാഭാഗ്യ ദേവിനി പോകാശ്രമസ്ഥലേ നിത്യമെന്നെ ജ്ഞാനവും ചെയ്തു മുക്വാകളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും ശക്രാതനയതനുചാനാം അംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കുമെന്നാൽ ഇവരിൽ വെച്ചിങ്ങു വന്നോടൊരുത്തൻ പറയണം ഞാനതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവിഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാലേവരും ഒന്നും പറഞ്ഞിലൊരുത്തരുമങ്കതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ഇതേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചിതാമുദ്യോഗപൂർവകം
ചാടാമെനിക്കു ദശയോജന വഴി ചാടാവിരുപതിനിക്കെന്നൊരു കവി 30 ചാടാമെനിക്കെന്നപരനും അപ്പടി 40 മറ്റേവനും 50 60 70 ആകാമെന്നും 80 ചാടാമെനിക്കെന്നൊരുവനും 90 ചാടുവാൻ തെണ്ടമില്ലേകനെന്നർണവമോ 100 യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്പിലാക്കും കടക്കാവ് തല്ലിക്കടൽ മർക്കട വീരരെ നിർണയം മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായടക്കും വിധൗ യൗവനകാലേ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്തു വെച്ചിടിനേൻ വാർദ്ധക്യ ഗ്രസ്തനായേനിതാനും ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോത്തോളം അത്ഭുതമെത്രയും ചിത്തം ആത്മജൻ സ്വന്തതു കേട്ടതിനുത്തരം ഭർത്താരി പൗത്രോനം ചൊല്ലിനാൻ. മൈത്രീകരം ധനധാന്യവൃത്തിപ്രദം ശത്രുവിനാശനാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധനം പദ്യാവഴിക്കലും ചൊല്ലിലും തൽക്ഷണേ മുന്നനായിടും മഹാഭാരതങ്ങളാൽ ആത്മാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സൂത്രനെയും തഥാ സിദ്ധിക്കുമാര്യധനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാപുരനായി വരും വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും ദുർഗങ്ങളെല്ലാം ജയിക്കാൻ വരുമതി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമോൻ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിലായി വരും ആദികളെല്ലാം അകന്നു പോകുന്നയം ദേവസമുഖ്യന്മാരേവകുമേശം പ്രസാദിക്കുമത്യരം കൽമഷമെല്ലാം ധർമാർത്ഥകാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ നദീസുതയ്ക്കുപദേശിച്ചാൽ നിത്യവും ശുദ്ധ ബുദ്ധ്യാ ഗുരു ഭക്തി പൂർണ്ണധ്യയനം ചെയ്തിലും മുതാ കേട്ടിടും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ഗർഭമോദം പരമാർത്ഥമിതൊക്കവേ ഭക്തിയാഞ്ഞടങ്ങി കിളി പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ ആഞ്ജനേയ സ്വാമി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ വിമലേ ജയ ജയ രാമകരേ ജയ ജയ സീതാരാമ സ്വരൂപിണി ജയ ജയ രാമകരേ വിമലേ ജയ ജയ രാമകരേ
ഞാൻ ചെയ്തേക്കുന്ന ഇത്രയാണ്. ഇനി രാജേഷ് നിൽക്കൂട്ടാ.